ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം മനസ്സുകൊണ്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദ വേൾഡ് എനർജി, ഡെത്ത് ആൻഡ് റീബർത്ത്, പേജ് ഓഫ് വാൻസ്, 10 of Pentacles, 6 of Wands, 3 of Cups, Page of Pentacles, King of Wands, 4 of Swords, 9 of Wands, Ace of Cups, the Sun, Temperance, 2 of Swords, 10 of Wands, 5 of Swords, 7 of Pentacles, 4 of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 of Wands ആണ്. ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങള്. ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത്. അവരുടെ മനസ്സുകൊണ്ട് അവർ ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമ്മൾ ഈ ഒരു സമയം ഇവിടെ നോക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് 8 of Wands ന്റെ എനർജിയാണ്. ഈ ഒരു അകൽച്ച ഒന്ന് മാറ്റണം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം എന്നുള്ള രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും ദിവസങ്ങളോളം അല്ലെങ്കിൽ ഇത്രയും നാളുകളോളം ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരുപാട് നാളുകൾ എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യമായിട്ടുള്ള സ്റ്റേജ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള രീതിക്കൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ ഇവർ ഒരു പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ മാറി നിന്ന വ്യക്തികളാണ്. പുറകെ നിന്ന് കളിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങളായിരിക്കാം എല്ലാ കാര്യങ്ങൾക്കും എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഇതിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിസ്സിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ ഒരുമിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകണം. ഇവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് അർഹമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്ത് തന്നെ തരണം. എന്ന് വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, അത് പുറമേ കാണിക്കുന്ന രീതിയിൽ തന്നെ തരണം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നവർ. അതിപ്പോ സ്നേഹമാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളല്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇവരുടെ ചിന്താഗതികളൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സന്ദർഭം അവരുടെ ലൈഫിൽ ഇതിനു മുമ്പ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല.
ഇപ്പോഴാണ് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിന്റെ തീവ്രതയൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത്. ടെൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഫാമിലി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു സ്ട്രെങ്ത്തിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് ബന്ധത്തെ കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചുവരവാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലവേഴ്സ് എനർജിയും വന്നിട്ടുണ്ട്. ഇമോഷണലി വളരെയധികം ഒരു ഡീപ്പ് കണക്ഷൻ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് എനർജി തന്നെയാണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷകരമായ ഒരു പരിസമാപ്തി വേണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം. ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം എല്ലാ കാലത്തും നിലനിൽപ്പോടു കൂടിയുള്ള ഒരു രീതിയിലായിരിക്കണം. ഒരു ഓൺ ആൻഡ് ഓഫ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് വളരെയധികം ഒരു ബോണ്ടിങ്ങോട് കൂടി റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു റീകണക്ഷൻ കൊണ്ടുവരിക. ഒരു റീകൺസിലേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണോ അത് പൂർണ്ണമായിട്ടും അവിടെ ഡെത്ത് ആവുക എന്ന് വെച്ചാൽ അതിനെ പൂർണ്ണമായിട്ടും അവിടെ കൊല്ലുക. അതിനുശേഷം അവിടെ നിന്നും വീണ്ടും ഒരു പുനർജന്മം പോലെ അല്ലെങ്കിൽ ആ ഒരു റീബർത്തിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം. അതിന് തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, ഇമോഷൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാം. അതെന്തുമായിക്കൊള്ളട്ടെ അതിനെയെല്ലാം താൻ സ്വയം നേരിട്ട് തീർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം സൊല്യൂഷൻ കണ്ട് തീർക്കാനായിട്ട് ഇവർ തയ്യാറാണ് എന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പഴയ രീതിയിലുള്ള കാലഘട്ടത്തിലേക്ക് തന്നെ ആ ഒരു പാസ്റ്റിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ ഓർമ്മകളെ ഭയങ്കരമായിട്ട് അയവിറക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കഴിഞ്ഞുപോയ നാളുകളൊക്കെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ അതിനകത്തൊരു വിജയവും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ഈഗോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈഗോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈഗോ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ ഈഗോ ഉണ്ടായിരിക്കാം. അപ്പൊ ചിലവരുടെ കേസിൽ ഈഗോ നിങ്ങൾക്കും ഉള്ളതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, ചിലവരുടെ കേസിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതും വെറുതെ ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതിക്കല്ല, പറഞ്ഞു തീർത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള രീതിക്ക്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും ഇപ്പൊ ഇവിടെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ അവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്തകൾ തോട്ടിലാണെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്കാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സണിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി നിന്ന ഈ ഒരു സമയത്തായിരിക്കാം അവർക്ക് സ്നേഹത്തിന്റെ തീവ്രതയാണെന്നുണ്ടെങ്കിലും ബന്ധത്തിന്റെ ആ ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഒക്കെ മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ കാര്യമായിട്ട് ഗൗനിച്ചിരുന്നില്ല. ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് എങ്ങനെയായിരുന്നു ആ ഒരു ഹാപ്പിനെസ് വന്നിരുന്നത്? നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഒരു ബോധേഡ് ആയിരുന്നില്ല. പക്ഷെ മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ സെപ്പറേഷൻ സ്റ്റേജിലുള്ള ഈ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഓർമ്മകൾ ആ ഒരു പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയ നാളുകളിലേക്കൊക്കെ ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു ചിന്തകൾ അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും തിരിച്ചറിവുകൾ അവരുടെ മനസ്സിനെ മാറ്റിയിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു ആക്റ്റീവ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു സമയം ഇവർ എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതേപോലെ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് വീണ്ടും കടന്നു വരണം. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു നിലച്ചുപോയ ആ ഒരു സ്ഥാനത്ത് നിന്നും വീണ്ടും ഇതിനെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കേണ്ട എഫേർട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിനെ നിലനിർത്തുക. അതുപോലെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നൊക്കെ ഉണ്ട്.
അലട്ടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പല വ്യക്തികളും ഇവരോടും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തെറ്റുകളൊക്കെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പറ്റിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകൾ ചിലപ്പോൾ സംസാരത്തിലൂടെയൊക്കെ ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയ വാക്കുകളൊക്കെ ആയിരിക്കാം. അപ്പൊ അതൊക്കെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ ഇവര് ചെയ്തിരിക്കുന്ന പ്രവൃത്തി നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേദനിപ്പിച്ച് പോയവരും ചീറ്റ് ചെയ്ത് പോയവരും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സൺ പോയത് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള ഒരു ഭീതി, ഒരു ഭയം ഒക്കെ ഇവരുടെ ഉള്ളിലുണ്ട് മുന്നോട്ടേക്ക് വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭീതിനെ എല്ലാം മറികടന്നുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം. ആ ഒരു എത്തുക എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻസ് തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്ന് വെച്ചാൽ മുന്നോട്ടോ പിന്നോട്ടേക്കോ ഇനി കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ ഇവർക്ക് വേണം. അതിനുവേണ്ടി ഞാൻ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ഹൃദയത്തിലെ അല്ലെങ്കിൽ അവരുടെ മനസ്സില് നിങ്ങളോട് ഇതുവരെ അവർ പറയാതെ വെച്ചിരുന്ന ആ ഒരു സ്നേഹം, എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും അവരുടെ ഉള്ളിൽ അസ്തമിക്കാതെ നിൽക്കുന്നുണ്ട്. അതിപ്പോ ഏത് സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളും ആയിക്കൊള്ളട്ടെ, അവരിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ, ഈ ഒരു സ്റ്റേജ് അവർ ഫേസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹമൊക്കെ പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ജ്വലിച്ചു നിൽക്കുന്ന സമയമാണിത്. അപ്പൊ ആ ഒരു മുത്തുപോലെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു പ്രകാശം കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കെട്ടണഞ്ഞു പോയ ആ ഒരു പ്രകാശത്തെ വീണ്ടും വീണ്ടെടുത്ത് ഒരു സക്സസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള രീതിയിലേക്ക് വഴി തുറന്നു വിടണം. എല്ലാ രീതിയിലും എല്ലാവരും കാണുമ്പോൾ അസൂയപ്പെടുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ബന്ധം മാറണം എന്നുള്ള രീതിക്കൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണിലും ആഗ്രഹങ്ങളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണിത്. ടെമ്പറൻസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് യൂണിവേഴ്സിന്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം എന്നുള്ള ചിന്തകൾ ഇവരുടെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇവർ ഈ ഒരു രീതിക്കൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കാണില്ല. എങ്ങനെയെങ്കിലൊക്കെ പോകട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് കാര്യമായിട്ട് ഇവർ അതിനെയൊന്നും ഗൗനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു മിസ്സിംഗ് ഈ ഒരു സമയത്ത് ഇവിടെയാണെന്നുണ്ടെങ്കിലും 4 of Cups ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ, അവരുടെ ഓർമ്മകളിൽ പൂർണ്ണമായും തങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ മുഖമാണ്. അതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമാണ്. ഇവരുടെ ചുറ്റിനും ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ്. ഇവർക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർ സന്തോഷിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ട്. അതിപ്പോ തേർഡ് പാർട്ടി എന്നുള്ള വ്യക്തി മാത്രമായിരിക്കില്ല, മറ്റു പല കാര്യങ്ങളും ആയിരിക്കാം. കരിയറിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കൊള്ളട്ടെ, സുഹൃത്ത് എന്നുള്ള രീതിക്ക് ആയിക്കൊള്ളട്ടെ, ഇവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു ഹാപ്പിനെസ് നൽകുന്നില്ല. ഇവർ ആ ഒരു ലൈഫിലെ പാഠങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ എടുത്തെടുത്ത് നോക്കുന്നു, വീണ്ടും വീണ്ടും അവർ വേദനിക്കുന്നു, നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സ് ഈ ഒരു ബന്ധം നിലനിർത്തണമെന്നും ബാലൻസ് ചെയ്ത് എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് തന്നെ നിലച്ചു പോയിരിക്കുന്ന അല്ലെങ്കിൽ മുരടിച്ചു പോയിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തെ ആ ഒരു വെള്ളവും വളവും എല്ലാം ഇട്ട് വളർത്തിയെടുക്കുക, പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ എല്ലാ രീതിക്കും അങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. കാരണം ഇവർ കുറച്ച് ടയേർഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരുന്ന ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതലായിട്ട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുപെടുന്ന ഒരു സമയമാണിത്. ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അവർ ഇമോഷണലി വീക്ക് ആയിട്ട് അവർക്കൊരു സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആരിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല. അവർ മറ്റൊന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സുകൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു രീതിയിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളോട് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തോട്ട്സ്. മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, irreplaceable, responsibilities,
absence, guilty, meant, runner, regret, unappreciated. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സെൽഫ് ലവ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സമയം മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ മിസ്റ്റേക്സ് ആണ്. അവരുടെ ഭാഗത്ത് നിന്നും പറ്റിയിരിക്കുന്ന തെറ്റുകള്, കുറ്റങ്ങള്, അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഞാൻ ഏറ്റു പറയാൻ തയ്യാറാണ്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം, പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇത്രയും നാൾ നീണ്ടുപോകാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ഞാനിപ്പോ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിനെ നന്നാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് തന്നെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ മിസ്സാക്കി കളഞ്ഞിരിക്കുന്നത്. അതും എന്റേതായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിലൊക്കെ ഞാനിപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഗിൽറ്റി എന്ന് പറയുമ്പോഴേക്കും എന്റെ ഭാഗത്തുള്ള ഡാമേജ് അല്ലെങ്കിൽ ആ ഒരു തെറ്റുകൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ പെയിൻ ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡാമേജ് ആവാനായിട്ടുള്ള കാരണം ഞാനാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഗിൽറ്റ് ഫീൽ എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ അൺഅപ്രീഷിയേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇറീപ്ലേസബിൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്തൊന്നും നിങ്ങൾ ഒരു രീതിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളായിരിക്കും അവർ ഒരു സമയത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ആദ്യ സമയമൊക്കെ നല്ല രീതിക്കായിരിക്കാം റിലേഷൻഷിപ്പ് പോയത്. മുന്നോട്ടേക്ക് പോകവേ ആയിരിക്കും അവർ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറിയത്. അപ്പൊ ഇപ്പൊ അവർ മനസ്സിലാക്കുന്നുണ്ട് അത് എൻ്റെ ഒരു തെറ്റാണ്. കാരണം നീ ഒരുപാട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കാതെ പോയി. പക്ഷേ നിനക്ക് പകരം എൻ്റെ ഈ ഒരു പാർട്ട്ണർ എന്നുള്ള സ്ഥാനത്തേക്ക് മറ്റാരെയും എനിക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും എനിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ അത് നീ തന്നെയാണ്. അത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് നിന്റെ ആബ്സെൻസിലാണ്. ഇവിടെ ആബ്സെൻസും വന്നിട്ടുണ്ട്. നീ എൻ്റെ കൂടെ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഞാനത് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നീ എനിക്ക് ഏറ്റവും വലിയൊരു പാർട്ടാണ്. നീ ഇല്ലാതെ ഞാനില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നിങ്ങളിലേക്ക് അറിയിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങൾ ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ തിരികെ ഏറ്റെടുക്കാനും ഇമോഷണലി വളരെ ബോണ്ടിങ്ങോട് കൂടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഒരുപാട് കാത്തിരിക്കുകയാണ്. കാരണം എനിക്ക് ഇമോഷണലി നിന്നെ വേണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എൻ്റെ ലൈഫിനെ മുന്നോട്ടേക്ക് പോകാൻ. ഞാൻ ഓടി ഓടി മടുത്തു. റണ്ണറാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് മുന്നോട്ടേക്ക് ഓടാൻ വയ്യ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് മതിയായി. ഈ ഒരു സമയം തന്നെ വളരെയധികം കൂടുതൽ തന്നെയാണ്. അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ റിഗ്രറ്റ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗിൽറ്റ് ഫീൽ ആണെന്നുണ്ടെങ്കിലും റിഗ്രറ്റ് ആണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും അവർ നിങ്ങളിലേക്ക് ആ ഒരു കുറ്റബോധം ആണ് വന്നിരിക്കുന്നത്. കുറ്റബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. കഴിഞ്ഞു പോയ നാളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളില്ലാത്ത ഈ ഒരു സ്റ്റേജ് അവർക്ക് ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. I want to fix our connection ആണ്. നീയുമായിട്ടുള്ള ബന്ധത്തെ എനിക്ക് വീണ്ടും ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ അവർ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ മനസ്സ് തുറന്നുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അവരിപ്പോൾ മനസ്സ് തുറന്ന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ചധികം വീക്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് അവരുടെ സെൽഫ് ലവിലേക്ക് അവരെ തന്നെ അവർ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യിച്ചിട്ട് അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. I am still trying to heal. ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം വീക്ക് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ മെന്റലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് എന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ എന്നെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഹീൽ ചെയ്യിക്കാനായിട്ട്. കാരണം എനിക്ക് നിന്നെ വേണം. എല്ലാ രീതിയിലും നീയുമായിട്ടുള്ള ബന്ധത്തിൽ
ഒരു ന്യൂ സ്റ്റാർട്ടിങ് ഞാൻ മനസ്സുകൊണ്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സുകൊണ്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളതും തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 44, 10 എന്നൊരു നമ്പർ, വിർഗോ. എസ് എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, ലിബ്ര. ഓഗസ്റ്റ് മന്ത്. 34, ഉത്രട്ടാതി. ഒ എന്നൊരു ലെറ്റർ, എൻ എന്നൊരു ലെറ്റർ, ടോറസ് സോഡിയാക് സൈൻ ആണ്. ഏപ്രിൽ എന്നൊരു മന്ത്. 1972, ബി എന്നൊരു ലെറ്റർ, ഉത്രം. തൃക്കേട്ട, എ എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. UAE വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട്. ഭരണി, മൂലം. ആർ എന്നൊരു ലെറ്റർ, അശ്വതി, പൂരം. ടി എന്നൊരു ലെറ്റർ, എൻ എന്നൊരു ലെറ്റർ, തൃശൂർ. കാലിക്കറ്റ്. വി, വയനാട്. എഗെയിൻ വയനാട് തന്നെ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ, 22. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മകയിരം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.